ഹായ് ഹലോ വെൽക്കം ടു ജിസോ ലൈറ്റ്. ഇന്ന് മൂവി സെഷൻസിലെ 11ാമത്തെ എപ്പിസോഡിൽ ഒരു കിടിലൻ സിനിമയുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അതായത് നിങ്ങളൊരു ദുൽഖർ സൽമാൻ ഫാൻ ആണെങ്കിൽ ദുൽഖർ സൽമാൻ നമ്മളൊരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലേ, അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറാണ്. നമ്മൾ മലയാളികൾക്ക് പല രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാം, പക്ഷേ ഒരു സൗത്ത് ഇന്ത്യൻ ലെവലിൽ നോക്കുമ്പോൾ ദുൽഖർ സൽമാൻ അറിയാത്തവരായിട്ട് ആരുമില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാൻ ഒരു തമിഴ് മൂവിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഒരു ദുൽഖർ സൽമാൻ ഫാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പടം കണ്ടിരിക്കണം എന്നുള്ളതാണ്. 2020 റിലീസായിട്ടുള്ള ഒരു തമിഴ് മൂവിയാണ്. എന്താണെന്നല്ലേ ഡീറ്റെയിൽ ആയിട്ട് പറയാം, നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. ദുൽഖർ സൽമാനോടൊപ്പം നമ്മുടെ സാക്ഷാൽ ഗൗതം വാസുദേവ് മേനോൻ, അതേപോലെ രക്ഷാൻ, അതേപോലെ തന്നെ റിതു വർമ്മ, നിരഞ്ജിനി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി 2020 ദേശിംഗ് പെരിയസ്വാമി രചനയും സംവിധാനവും നിർവഹിച്ച് പുറത്തിറക്കിയ സൂപ്പർ ഹിറ്റായിട്ടുള്ള തമിഴ് സിനിമയായിട്ടുള്ള കണ്ണും കണ്ണും കൊള്ളയടിത്താൽ എന്ന മൂവിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കുന്നത്. അതായത് തീർച്ചയായിട്ടും ഒരു ദുൽഖർ സൽമാൻ ഫാൻ ആണെങ്കിൽ നമ്മുടെ ഒരു സ്വന്തം നമ്മുടെ നാട്ടിൽ നിന്ന് വന്നൊരു ആക്ടർ വേറൊരു ഭാഷയിൽ പോയിട്ട് കലക്കുന്നത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട മസ്റ്റ് വാച്ചായിട്ടൊരു മൂവിയാണ് കണ്ണും കണ്ണും കൊള്ളയെടുത്താൽ. ഒരു ധൂം സ്റ്റൈലൊക്കെ എന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റുകളുള്ളൊരു സിനിമയാണ്. 3 മണിക്കൂറോളം ഒരു പ്രേക്ഷകനെ തിയേറ്ററിൽ ഇങ്ങനെ ശ്വാസം പിടിച്ച് ഇരുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ എലമെന്റ്സും ഈ പടത്തിലുണ്ട്. ഡയറക്ടർ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ സിനിമയുടെ ഒരു നെടുന്തൂൺ എന്ന് പറഞ്ഞ് തിരക്കഥയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പല ഡയറക്ടേഴ്സും അല്ലെങ്കിൽ പല തമിഴ് മൂവീസും നഷ്ടപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം എന്താണ്, അതിൽ സ്റ്റോറിയാണ്, അല്ലെങ്കിൽ തിരക്കഥയാണ്. അതിലൊരു സ്റ്റാർ ഉണ്ടാവും, സ്റ്റോറി ഉണ്ടാവില്ല. ഒരു സ്റ്റോറി ഐഡിയ ഉണ്ടാവും, ആ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യുമായിരിക്കും. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയല്ല. നല്ല അടിപൊളിയായിട്ടൊരു സ്ക്രിപ്റ്റ് ഓൾറെഡി ഉണ്ട് എന്ന് നമുക്ക് പടം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് എന്താ പറയാൻ കാരണം, ട്വിസ്റ്റുകൾ കറക്റ്റായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ട്വിസ്റ്റുകളൊക്കെ ആ പടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രേക്ഷകർക്ക് യാതൊരു രീതിയിലുള്ള സംശയവും വരാത്ത രീതിയിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ലോജിക്കിൻ്റെ പ്രശ്നമല്ലേ. ഒരു തമിഴ് സിനിമ കാണാൻ പോകുമ്പോൾ ഒരിക്കലും ലോജിക്ക് നിങ്ങൾ മാറ്റി വെക്കണം എന്ന് പറയില്ല. ഇപ്പോൾ ഏറ്റവും അടുത്ത് നമ്മുടെ ബബ്ബ വന്നപ്പോൾ എന്താ പറഞ്ഞ നോ ലോജിക് ഓൺലി മാൻഡസ് എന്നൊക്കെ പറഞ്ഞ പോലെ ലോജിക്ക് മാറ്റി വെച്ചിട്ട് വേണം ഒരു തമിഴ് സിനിമ നിങ്ങൾ കാണാൻ വേണ്ടി പോകാൻ. പക്ഷേ ഈ ഒരു സിനിമ ധൈര്യത്തോടെ നമുക്ക് ലോജിക്കോടെ പോയി കാണാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ പടം കാണുമ്പോൾ എനിക്ക് ലോജിക്കലി എല്ലാം ക്ലിയർ ആയിരുന്നു. അതാ ഞാൻ പറഞ്ഞ സ്ക്രിപ്റ്റ് സൂപ്പറാണെന്ന്. പേര് സൂചിപ്പിച്ച പോലെ തന്നെ ദുൽഖർ സൽമാനും ഈ ഒരു സിനിമയും പ്രേക്ഷക മനസ്സോട് കൊള്ളയടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഈ സിനിമ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കേട്ടോ. അതേപോലെ തന്നെ ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. അത് നഷ്ടം തന്നെയായിരിക്കും. തമിഴ് സിനിമ നമ്മുടെ ഒരു മലയാളത്തിലെ ഒരു ആക്ടർ തമിഴിൽ പോയി കലക്കുന്നത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പോയി കാണാം. അടിപൊളിയായിട്ട് തന്നെ സ്റ്റൈലിഷ് ആയിട്ട് തന്നെ DQ ആ പടം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു മൂവി സെഷൻസ് എപ്പിസോഡുമായിട്ട് വരാം. അതുവരേക്കും ബൈ, സീ യു, താങ്ക് യു.